കേട്ടോ. അപ്പോഴേക്കും മിസ് അറ്റൻഡൻസ് എടുക്കാം. എല്ലാവരും പ്രസന്റ് ആണോ? അതെന്നാ അവിടെ ഒരു ചെയർ ബ്ലാങ്ക് ആയി കിടക്കുന്നേ? ആരാ ഇന്ന് വരാത്തത്? ഇന്ന് ആരും വരില്ല എന്ന് പേരന്റ് ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. മീനാക്ഷി ആണല്ലോ. മീനാക്ഷി ഇന്ന് വരില്ല എന്ന് എങ്ങാനും നിങ്ങളോട് പറഞ്ഞായിരുന്നോ മക്കളെ? ഞാനിന്ന് മീനാക്ഷിനെ കണ്ടായിരുന്നു. മീനാക്ഷി സ്കൂൾ ബസ്സിൽ ഉണ്ടായിരുന്നു. എന്റെ ദൈവമേ, പിന്നെ കുട്ടി അവിടെ പോയി? സ്കൂൾ ബസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ എവിടെ പോകാൻ ഒരു വഴിയില്ലല്ലോ. ക്ലാസ്സിൽ എത്തേണ്ടതാണല്ലോ. ആന്റിയെ കാണുന്നില്ലല്ലോ. ആന്റി എവിടെയാണോ എന്തോ. നിങ്ങളെ സൗണ്ട് ഉണ്ടാക്കാതെ ഇരിക്കട്ടോ. മിസ് പോയി ആന്റി എവിടെയാന്ന് നോക്കിയിട്ട് വരാം. ആന്റി, ആന്റി, ആന്റി ഒന്ന് ഇവിടെ വരെ വന്നേ. ആരാ വിളിക്കുന്നേ? മിസ്സാണല്ലോ. പ്രിൻസിപ്പലിന്റെ റൂമിലോട്ട് രജിസ്റ്റർ എല്ലാം കൊണ്ടുപോയി വെക്കാനുണ്ട്. മിസ് എന്തിനായിരിക്കും വിളിക്കുന്നേ? എന്താ മിസ്സേ? മിസ് എന്താ വിളിച്ചത്? ആന്റി, ഒരു കുട്ടി ക്ലാസ്സിൽ എത്തിയിട്ടില്ല. പേരൻസ് ആണെങ്കിൽ ഇന്ന് റിപ്പോർട്ടൊന്നും പറഞ്ഞിട്ടില്ല ആബ്സെന്റ് ആവുമെന്ന്. ആന്റി ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് വരാമോ? കുട്ടി സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയാലോ എന്തോ. എനിക്ക് ആകെ പേടിയാവുന്നു. ഞാൻ പോയി നോക്കിയിട്ട് വരാം മിസ്സേ, പേടിക്കട്ടോ. എന്റെ ദൈവമേ, ഈ കുട്ടി എവിടെ പോയി കിടക്കുമായിരിക്കും എന്തോ. എനിക്ക് ആകെ ടെൻഷൻ ആവുന്നു. എന്റെ ഒരു മിസ്റ്റേക്കാണ്. സ്കൂൾ ബസ്സിൽ നിന്ന് എല്ലാവരും ഇറക്കിയത് ഞാന്. കുട്ടിയെ ക്ലാസ്സിലോട്ട് ഞാൻ ലൈനപ്പ് ആക്കി നിർത്തിയത് അറിയാണ്. പിന്നെ എവിടെ പോയി? സ്കൂൾ ബസ്സിൽ എങ്ങാനും ഉണ്ടോ? ഇനി ഇറങ്ങാൻ വിട്ടുപോയോ എന്തോ. ഇവിടെ ഒന്നും ഇല്ലല്ലോ. സ്കൂൾ ബസ് ക്ലോസ്ഡാണ്. ഇതിലൊന്നും ഇല്ല. ഞാൻ ചെക്ക് ചെയ്തത് അന്നേരം. ദൈവമേ, കുട്ടിക്കൊന്നും സംഭവിക്കില്ലേ. കുട്ടി ഇത് എവിടെ പോയി? ഈ ഗാർഡനിലും കൂടെ ഒന്ന് നോക്കിയേക്കാം. അയ്യോ, ഇതൊരു യൂണിഫോം അല്ലേ കാണുന്നേ? ഇതൊരു കുട്ടിയാണല്ലോ ഇരിക്കുന്നേ. അയ്യോ, ഇതാ കുട്ടി തന്നെയാ. കുട്ടി തന്നെ. കുട്ടി എന്താ ഇവിടെ വന്നിരിക്കുന്നേ? മോളെ മീനാക്ഷി, മീനാക്ഷി, നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? എന്താ പറ്റിയ നിനക്ക്? നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? ആന്റി എത്ര പേടിച്ചോന്നറിയാവോ? വാ, ആന്റിയുടെ അടുത്തോട്ട് വാ. അവൻ ഇങ്ങോട്ട് വാ, ആന്റിയുടെ അടുത്തോട്ട് വാ. അയ്യോ, അങ്ങനെ പറയല്ലേ മോളു. അവള് നല്ല കുട്ടിയല്ലേ. ആന്റി അല്ലേ വിളിക്കുന്നേ. അവള് പേടിക്കണ്ട. വാ, ആന്റി എപ്പോഴും ബസ്സിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവാറുള്ളതല്ലേ. പേടിക്കണ്ട എന്തിനാ? വാ, ആന്റി എടുക്കാം മോളെ. വാ, പേടിക്കൊന്നും വേണ്ടാട്ടോ. ആന്റി മിസ്സിന്റെ അടുത്ത് കൊണ്ടാക്കാട്ടോ. എന്തിനാ പേടിക്കണ്ടേ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എന്തുണ്ടെങ്കിലും നമുക്ക് മിസ്സിനോട് പറയാം. ഓക്കേ? അറിയാതിരിക്കും. അറിയില്ല കേട്ടോ. മിസ്സേ, മിസ്സേ, ഈ കുട്ടിയെ കിട്ടിട്ടോ. അവളവിടെ ഗാർഡനിൽ ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചിട്ട് എന്ത് ചെയ്താൽ വരില്ലായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നത്. ടീച്ചറൊന്ന് ചോദിച്ചു നോക്കിക്കേ. വാ മോളെ, വന്നേ. മിസ് ചോദിക്കട്ടെ, എന്താ പറ്റിയ മോൾക്ക്? മിസ്സിന്റെ മീനാക്ഷി കുട്ടി കരയാ? എന്തിനാ കരയുന്നേ? എന്ത് വിഷമമുണ്ടെങ്കിലും മിസ്സിനോട് പറയാലോ. പിന്നെ എന്തിനാ കരയുന്നേ? ഞാൻ എന്നും സ്കൂൾ ബസ്സിൽ വരുമ്പോ വലിയ ക്ലാസ്സിലെ ചേട്ടന്മാരൊക്കെ എപ്പോഴും എന്റെ ദേഹത്തൊക്കെ പിടിച്ച് ഞെക്കും. എനിക്ക് ഭയങ്കര വേദനയാ. അതെയോ? എന്നിട്ട് മീനാക്ഷി കുട്ടി എത്ര നാളായിട്ട് മിസ്സിനോട് പറഞ്ഞില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോ ആദ്യം തന്നെ വന്ന് മിസ്സിനോട് പറയണ്ടേ? അപ്പൊ മിസ് അവരോട് ചോദിക്കില്ലായിരുന്നോ? എന്തിനാ മീനാക്ഷി പേടിക്കുന്നേ? അതിന് മീനാക്ഷി തെറ്റൊന്നും ചെയ്തില്ലല്ലോ. തെറ്റ് ചെയ്താലല്ലേ നമ്മൾ പേടിക്കേണ്ട കാര്യമുള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആദ്യം തന്നെ വന്ന് പറയണം. ആ ചേട്ടായിമാരോട് അപ്പൊ ടീച്ചർ പറഞ്ഞു കൊടുക്കില്ലേ അതൊക്കെ തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലാന്ന്. അവരറിയാൻ പാടില്ലാഞ്ഞിട്ട് ചെയ്തതാട്ടോ. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവാണ്ട് ടീച്ചർ നോക്കിക്കോളാം. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും ഉറപ്പാണ് ടീച്ചറോട് പറയുകയും വേണം. ഇനി എന്തുണ്ടായാലും ഞാൻ മിസ്സിനോട് വന്ന് പറഞ്ഞോളാട്ടോ. എനിക്കിപ്പോ പേടിയൊന്നുമില്ല. എന്റെ പേടിയൊക്കെ പോയി. എനിക്ക് മിസ്സിനെ ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ മിസ്സിനും മീനാക്ഷിനും ഭയങ്കര ഇഷ്ടം. ഹാപ്പി ആയില്ലേ? നീ ചീറ്റി പോയിരുന്നോട്ടോ. മിസ് മമ്മീനെ വിളിച്ച് അറിയിച്ചോളാട്ടോ. നീ ആരെങ്കിലും മീനാക്ഷിനോട് എന്താന്ന് ചോദിച്ചു നടക്കൊന്നും വേണ്ടാട്ടോ. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും
ചോദിച്ച് മീനാക്ഷി സങ്കടപ്പെടുത്തിയ മിസ് വടിയായിട്ട് വരും കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ. മിസ്സിന് ആൽഫബറ്റ്സ് പഠിപ്പിക്കാന്ന് എഴുതിയ വന്നത്, പക്ഷെ ഇന്ന് മിസ് പഠിപ്പിക്കുന്നില്ല. മിസ്സിന് ഇന്ന് നിങ്ങളോട് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പറഞ്ഞു തരാനുണ്ട്. നിങ്ങൾക്ക് ഈ ഗുഡ് ടച്ച്, ബാഡ് ടച്ച് അതെന്താന്ന് അറിയാമോ? ആരെങ്കിലും അറിയാം ഗുഡ് ടച്ച് എന്താ, ബാഡ് ടച്ച് എന്താന്ന് പേരൻസ് പറഞ്ഞു തന്നിട്ടുണ്ടോ? നിങ്ങളുടെ മമ്മി പപ്പ ആരെങ്കിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നോ? ഇല്ലേ? ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇന്ന് മിസ് നിങ്ങളെ അതാണ് പഠിപ്പിക്കുന്നത്. എന്താണ് ഗുഡ് ടച്ച്, എന്താണ് ബാഡ് ടച്ച് എന്നുള്ളത്. ഓക്കെ, നമുക്ക് നോക്കിയാലോ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് അതാവട്ടെ. ആരെങ്കിലും ഒരാള് മിസ്സിന്റെ അടുത്തോട്ട് വന്നേ. ആ ഫ്രണ്ട് ബെഞ്ചിൽ നിന്ന് മിന്നു കൂടെ പോരെ. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ വന്ന് നിൽക്ക്. ഇന്ന് മിന്നുവിനെ വെച്ചിട്ടാണ് കുറച്ച് കാര്യങ്ങള് മിസ് പറഞ്ഞു തരുന്നത്. കുട്ടികളെ, നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി പാർട്സില് അവിടെ എല്ലായിടത്തും എല്ലാവർക്കും തൊടാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ എല്ലാവർക്കും നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തൊന്നും തൊടാനൊന്നും പറ്റത്തില്ല. ചില ഭാഗങ്ങളിലൊക്കെ ആരെങ്കിലൊക്കെ ഒന്ന് ടച്ച് ചെയ്തു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അത്തരം ഭാഗങ്ങളിൽ ആരെങ്കിലും ടച്ച് ചെയ്ത് അതെന്താണ്? ഗുഡ് ടച്ച് ആണ്. ഇനി നമ്മുടെ പേരൻസ് അല്ലാണ്ട് മറ്റാരെയും കൊണ്ട് നിങ്ങൾ തൊടിക്കാൻ പാടില്ലാത്ത ചില ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളിൽ ആരെങ്കിലും ടച്ച് ചെയ്താൽ അതെന്താണ്? ബാഡ് ടച്ച് ആണ്. അത് ടീച്ചർ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാട്ടോ. നിങ്ങൾ നോക്കിക്കേ, ടീച്ചർ ദേന മിന്നുവിന്റെ തലയില് ടച്ച് ചെയ്യുന്നു. അതെന്താണ്? അത് ഗുഡ് ടച്ച് ആണ്. ഇതിന്റെ ഫോർഹെഡില് നെറ്റിത്തടുത്ത് തൊട്ടാലൊക്കെ എന്താണ്? അതൊക്കെ ഗുഡ് ടച്ച് ആണ്. നമുക്കിങ്ങനെ ജസ്റ്റ് കവളിലൊക്കെ ഒന്ന് ടച്ച് ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. അതൊക്കെ എന്താണ്? ഗുഡ് ടച്ച് ആണ്. അതേപോലെ തന്നെ ഷോൾഡറിൽ ഇങ്ങനെ ഗുഡ് ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് തട്ടൂലേ, അതും എന്താണ്? ഗുഡ് ടച്ച് ആണ്. നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ഈ ചെസ്റ്റിന്റെ ഒക്കെ പോർഷനില്ലേ, ഈ ഭാഗത്തൊന്നും ആരും തൊടാൻ പാടില്ല. അവിടേക്ക് തൊട്ടാ എന്താണ്? അത് ബാഡ് ടച്ച് ആണ്. അവിടെ അതിന്റെ താഴത്തേക്കൊന്നും ആരും തൊടാൻ പാടില്ല. പിന്നെ നമ്മുടെ ഈ കൈയില്ലേ, കൈയിന്റെ വിരലുകളൊക്കെ ഉള്ള പോർഷൻ, ഈ പാമ്പിന്റെ ഇവിടേക്ക് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്താലൊന്നും കുഴപ്പമില്ല. അതൊക്കെ എന്താണ്? ഗുഡ് ടച്ച് ആണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് ഇങ്ങനെ പതുക്കെ തലോടും പോലെ ഇങ്ങനെ പിടിക്കുക. ചെസ്റ്റിന്റെ താഴത്തേക്കൊന്നും ഒരു ഭാഗത്തും നമ്മൾ ആരെയും കൊണ്ടും തൊടിക്കാൻ പാടില്ല. അവിടേക്ക് എന്താണ്? ബാഡ് ടച്ച് ആണ്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഷോൾഡറിൽ ടച്ച് ചെയ്യണതിന് കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ ഷോൾഡറിലും ദേഹത്തൊന്നും കൈയൊന്നും വെക്കാൻ നമ്മൾ ആരെയും കൊണ്ടും സമ്മതിക്കരുത്. ഓക്കെ, എല്ലാവർക്കും അപ്പൊ ഗുഡ് ടച്ചും ബാഡ് ടച്ചും മനസ്സിലായില്ലേ? മിന്നുവിനെ എന്നാണ് ഇറക്കി വിടാം. സീറ്റിൽ പോയി ഇരുന്നോട്ടോ. വീഴാതെ സൂക്ഷിച്ച് മെല്ലെ ഇറങ്ങൂ. ഇനി നിങ്ങളെ ആരെങ്കിലും ബാഡ് ടച്ച് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നിയാല് നിങ്ങൾ അത് ഉടനെ തന്നെ പേരൻസിനോട് പറയണം, അല്ലെങ്കിൽ മിസ്സിനോട് പറയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെങ്കിലോടും അത് പറഞ്ഞിരിക്കണം. ഓക്കെ? ഓ, അതിനെന്താ, നമുക്ക് ആര് വേണേലും എന്താണ്? ഗുഡ് ടച്ച് ചെയ്യാം. അതല്ലേ മിസ് ഇത്ര നേരം പറഞ്ഞു തന്നോണ്ടിരുന്നേ. ഗുഡ് ടച്ച് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. ഇനി ഗുഡ് ടച്ച് ആണെങ്കിൽ പോലും അത് മീനാക്ഷിക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മീനാക്ഷിനെ തൊടാൻ പാടില്ല. ഓക്കെ, ബെല്ലടിക്കാറായി. അതിനു മുന്നേ മിസ്സിന് നിങ്ങളോട് ഒരു കാര്യം കൂടി പറഞ്ഞു തരാനുണ്ട്. നിങ്ങളെ ആരെങ്കിലും ബാഡ് ടച്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ അപ്പോ തന്നെ എന്ത് ചെയ്തിരിക്കണം? റിയാക്ട് ചെയ്തിരിക്കണം. അത് തന്നെയാണ് മിസ് നിങ്ങളോട് പറയാൻ വന്നത്. പറയുന്ന തീരുന്നതിന് മുമ്പ് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ വന്നില്ലേ? ക്വസ്റ്റ്യൻ ചോദിക്കണോട്ടോ. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കണം. ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാണ് നമ്മള് വളരുന്നത്. ഈ ടീച്ചർ പറയാം, ഇപ്പൊ നിങ്ങൾ കുഞ്ഞാണ് എന്നുള്ളതല്ലേ നിങ്ങളുടെ വിഷയം. എന്നിട്ട് നമ്മൾ ബാഡ് ടച്ച് ചെയ്യുന്നവര് വലുതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നല്ല ലൗഡായിട്ട് നല്ല ഉറക്കെ കരയണം. അപ്പൊ നിങ്ങളുടെ സറൗണ്ടിങ്സിലെ ആളുകളില്ലേ, അന്നേരം അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങൾ പിന്നെ തനിയെ ഒരു സ്ഥലത്തും പോകരുത് പേരൻസിന്റെ കൂടെ അല്ലാണ്ട്.
പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് എന്ത് കാര്യം നിങ്ങളുടെ പേരൻസിന്റെ അടുത്തോ മിസ്സിന്റെ അടുത്തോ തുറന്നു പറയാം. അതിന് നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഓക്കെ, ബൈ. താങ്ക് യു.